ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, അതായത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാറില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള വീഡിയോസ് ആണ്, ഞാനത് ഓൾറെഡി എടുത്തു വെച്ചിരുന്ന വീഡിയോസ് ആണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ മാത്രമാണ് എടുത്തിട്ട് അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ മാത്രമാണ്. ലോങ് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് പേഴ്സണലി എനിക്കത് സാധിച്ചില്ല. ഓക്കെ, അപ്പൊ ഇനി തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം നമുക്കിപ്പോ പല വെബ്സൈറ്റും പല മേഖലകളും ഉണ്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ട് തന്നെ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ, അതായത് ഇപ്പൊ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ്, അപ്പോൾ പല ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ്, പല കാര്യങ്ങൾക്കും ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരുണ്ട്. പിന്നെ നമ്മുടെ PSC എക്സാം, അതേപോലത്തെ IT എക്സാം, അങ്ങനൊക്കെ കുറെ എക്സാംസ് ഒക്കെ എഴുതുന്നവരും, ഇൻകം ടാക്സിന്റെ ഒക്കെ എക്സാം എഴുതുന്നവരും, എയർഫോഴ്സിന്റെ എക്സാം എഴുതുന്നവരും, അങ്ങനെ കുറെ എക്സാംസ് ഒക്കെ എഴുതുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാൻ ഇനി കാര്യം പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ആർക്കെങ്കിലും പലർക്കും ഇങ്ങനെ ഗ്രാമറിൽ സംശയമുണ്ട്. ഓൾറെഡി ഞാൻ കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കുക. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ ഞാൻ ഗ്രാമറിന്റെ ക്ലാസ് എന്നും പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ടെൻസിന്റെ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ടെൻസ് പലർക്കും സംശയമുള്ള ഒരു ചാപ്റ്ററാണ്. പലർക്കും ഭയങ്കര സംശയമാണ് ടെൻസ് എപ്പോഴാ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം പലരും ഇനി മിസ്റ്റേക്ക് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആർക്കും വേണമെങ്കിൽ അതിൽ കയറി കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ, ഞാൻ എടുക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് വേണമെങ്കിൽ അടിക്കാം. ഇപ്പൊ നിങ്ങൾ ലൈക്ക് അടിക്കുന്നതോ കമന്റ് ചെയ്യുന്നതോ ആണ് എനിക്ക് ഇനിയും തന്നെ ക്ലാസ്സുകൾ ഇടാനായിട്ടും അതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി അറിയാം, ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി അറിയണം, ഇപ്പൊ ഇന്റർവ്യൂവിന് പോകുന്നവരാണ്, നിങ്ങൾക്ക് അതെങ്ങനെ അറിയുന്ന പല പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഇന്റർവ്യൂവിന് പോകുന്ന ആൾക്കാർ എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് കൂടുതൽ ഇന്റർവ്യൂവിന് ചോദിക്കാം, ഏതൊക്കെ മേഖല. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതും വളരെ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചെങ്കിലും സംസാരിക്കാനായിട്ട് പറ്റണം. ബേസിക് ആയിട്ടുള്ള അല്ല, നമുക്ക് അത്യാവശ്യം മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അത് നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇന്റർവ്യൂവിനായിട്ട്. ഇപ്പൊ ഇന്റർവ്യൂവിന്റെ ഒരു സെക്ഷൻ തന്നെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിപ്പം ഉടനെ തന്നെ ഞാൻ എന്തായാലും ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്ത് അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ജസ്റ്റ് ഒന്ന് എനിക്ക് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ചെയ്താൽ മതി. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും എന്റെ ചാനൽ, എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. എന്റെ എല്ലാ വീഡിയോസിന്റെയും വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതാണ്. എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് എന്റെ വീഡിയോ ക്ലാസ് ആവുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. കാരണം ഞാൻ ബേസിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു ലാംഗ്വേജിന്റെ പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് മലയാളം അത്ര നന്നായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, എന്റെ മലയാളം അത്രയ്ക്ക് പോരാ. സംസാരിക്കും, എനിക്ക് വായിക്കാനൊക്കെ അറിയാമെങ്കിലും എനിക്ക് അക്ഷരങ്ങളൊക്കെ അറിയാമെങ്കിലും എനിക്ക് ഫ്ലുവന്റ് ആയിട്ട് ഇപ്പോ നിങ്ങളൊക്കെ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനായിട്ട് അറിയത്തില്ല. അതിന്റെ കാരണം ഞാൻ മുമ്പ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ബേസിക്കലി ഇവിടെ അല്ലായിരുന്നു, ബാംഗ്ലൂരാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് അറിയാൻ വയ്യാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ആർക്കെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്റെ ഈ ലാംഗ്വേജ് അങ്ങനെ മനസ്സിലാവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ഞാൻ ആദ്യമേ പറയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഏകദേശം എനിക്ക് തോന്നിയത് ഞാൻ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ്. മലയാളത്തിൽ ഇങ്ങനെ സംസാരിച്ചും നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്തും നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ഒക്കെ ചെയ്തും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബേസിക്കലി എല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന്. സോ അപ്പൊ അതിനെയും ഞാൻ ഇമ്പ്രൂവ് ആക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം തന്നെ മലയാളം എനിക്കും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഞാൻ മലയാളത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം. കമന്റ് വൈസ് ചോദിക്കാം. ഞാൻ ഇമെയിൽ ID കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ചോദിക്കാം. വാട്സപ്പ് നമ്പറും ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടായാലും ചോദിക്കാം. നിങ്ങൾക്ക് എങ്ങനെ ഏത് രീതി വേണേലും നിങ്ങൾക്ക്
ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടംപോലെ ടോപ്പിക്സ്, ഇഷ്ടംപോലെ ഗ്രാമറിന്റെ ക്ലാസ് ആവട്ടെ, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആവട്ടെ, മോട്ടിവേഷൻ ആവട്ടെ, എല്ലാം ഞാൻ കുറേയേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യും, അതിൽ കുറേ ഗ്രാമറിന്റെ ക്ലാസ്സുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് കുറേയൊക്കെ സംശയം കാണിച്ചു, ഗ്രാമർ എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള സംശയമുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം നേരത്തെ ഒരു സബ്സ്ക്രൈബർ കുട്ടി എന്നോട് ഇങ്ങനെ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആൾക്കെന്തോ എക്സാം ആണെന്നോ, അപ്പൊ ഗ്രാമറിന്റെ ക്ലാസ് ഒന്ന് ഇടാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിന്റെ ക്ലാസ് ഞാൻ ഓൾറെഡി ഇപ്പൊ കുറേയേറെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 2 3 ക്ലാസ്സുകൾ കൂടി ഇടാനുണ്ട്. അത് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എഡിറ്റ് ചെയ്യേണ്ട താമസമുള്ളൂ. ഞാൻ ഉടനെ തന്നെ അതും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇട്ട ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് അത് അറിയണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ സപ്പോർട്ടും എന്റെ കൂടെ തന്നെ വേണം. കാരണം എനിക്ക് ആവശ്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ഉള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഞാൻ ബേസിക്കലി പഠിച്ചത് ബാംഗ്ലൂർ ആയിരുന്നുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് നല്ലപോലെ വഴങ്ങും. എങ്ങനെ രീതിയിൽ വേണമെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് മലയാളത്തെക്കാട്ടിലും കൂടുതലായിട്ട് കംഫർട്ടബിൾ വന്നെ എനിക്ക് ഇംഗ്ലീഷാണ്. അപ്പൊ മലയാളം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചും പതുക്കെയൊക്കെ സംസാരിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷിന്റെ കൂട്ട് ഫാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. പറ്റിക്കാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ എന്നുള്ള പേടി നിങ്ങളെ പോലെ തന്നെ എനിക്കുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ കഴിയുന്നത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്ത് സംശയമുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ എനിക്ക് മെസ്സേജ് ഇട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്റെ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ബാംഗ്ലൂർ ആയിരുന്നു, പല പല ലാംഗ്വേജസും കടന്നു വരാൻ. കേരളത്തിൽ ഇപ്പോൾ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പൊ അതിലേറെ ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജസ്, സ്ഥലത്തെ ലാംഗ്വേജസ് ഇങ്ങനെ കടന്നു വരാറുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ ബേസിക്കലി കേരളത്തിൽ എവിടെയാന്ന് ചോദിച്ചാൽ ബേസിക്കലി ആലപ്പുഴയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ലാംഗ്വേജ് നമ്മുടെ കുറച്ച് ഫ്ലുവന്റ് ആയിട്ടുള്ള സംസാരിക്കുന്ന ലാംഗ്വേജ് ആണ്. പക്ഷെ അതെനിക്ക് അത്രത്തോളം വഴങ്ങത്തില്ല. എന്നാലും ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ. സോ അപ്പൊ അത്രേ ഉള്ളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ചോദിക്കുക. എനിക്ക് ചോദിക്കാൻ ഒരു മടിയും കൂടണ്ട. എന്റെ വീഡിയോസിൽ എപ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ. നിങ്ങൾക്ക് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും എന്റെ ചാനലിലോട്ട് സ്വാഗതം. ഓക്കെ. അപ്പോൾ എല്ലാവരും എന്റെ ഈ വീഡിയോസ് ഒക്കെ കാണുക. നിങ്ങൾക്ക് അതിൽ മനസ്സിലാകത്തുണ്ടെങ്കിൽ ചോദിക്കുക. എക്സാംസ് ഒക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് ചെയ്യുക. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, എനിക്ക് രണ്ടാമത്തെ ഒരു ചാനലും കൂടി ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോ ടോട്ടലി 3 ചാനലാണ് ഉള്ളത്. അപ്പോൾ നിലവിൽ ഒരു ചാനൽ ഞാൻ ഇപ്പൊ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. അതും കുറച്ച് തിരക്ക് കാരണമാണ്. എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പൊ അക്കൗണ്ടൻസിയുടെ വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതും എനിക്ക് ഒരു ബ്ലോക്ക് വന്നുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് ചില തിരക്കും കാര്യങ്ങളൊക്കെ കാരണം എനിക്കത് പറ്റാറില്ല. അപ്പൊ ഈ ചാനലിൽ ഞാൻ വീഡിയോ മുടക്കാൻ ഇട്ടുകൊണ്ടിരുന്നതാണ്. കാരണം ഇതൊരു മെയിൻ ചാനൽ ആയതുകൊണ്ടും എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ള താല്പര്യം കൊണ്ടുമാണ് ഞാൻ ഈ ഒരു ചാനലിലെ വീഡിയോസ് കൃത്യമായിട്ട് ഇടുന്നത് തന്നെ. ഒരു മുടക്കം വരത്തി ഇപ്പൊ 2 3 ദിവസമൊക്കെ മുടക്കം വന്നാലും ഞാൻ മാക്സിമം നോക്കും വീഡിയോ ഇട്ടില്ലല്ലോ എന്നുള്ള ചിന്ത എനിക്കും വരാറുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് നമുക്ക് എത്രത്തോളം ഇംഗ്ലീഷ് പഠിക്കാൻ അറിയത്തില്ല എന്നുള്ള ബുദ്ധിമുട്ട്. കാരണം ഞാൻ ഫേസ് ചെയ്തത് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ളതാ. ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർക്ക് സംസാരിക്കാൻ അറിയാതെ അവർ കിടന്നിട്ട് ഒത്തിരിയും തന്നെ കഷ്ടപ്പെടുക, ഇംഗ്ലീഷ് പറയാനായിട്ട്, അങ്ങനെ ഇന്റർവ്യൂ റിജക്ഷൻ ആവുക, അങ്ങനെ ഒത്തിരിയും പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊന്നും അതുപോലെ ആവാണ്ടിരിക്കാനാണ് നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എങ്കിലും നിങ്ങൾ സംസാരിക്കണം. ഞാൻ എല്ലാ വീഡിയോസിലും ഒക്കെ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിച്ചാലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ സംസാരിക്കുക. ഓക്കെ. നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പൊ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞത് ഇപ്പൊ ആലപ്പുഴയാണോ എന്നുള്ളത്. അപ്പൊ ചുറ്റുവട്ടത്തുള്ളവരാണെങ്കിൽ എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്താണെങ്കിൽ, ദൂരെ ആണെങ്കിൽ ഞാൻ ഓൺലൈൻ ക്ലാസ്സസും എന്റെ സമയവും കാര്യങ്ങളും എല്ലാം ഞാൻ വിളിക്കുമ്പോൾ തന്നെ പറയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഫീസും വളരെ തുച്ഛമായ ഒരു ഫീസാണ് ഞാൻ ഈടാക്കുന്നത്. ഓക്കെ. അപ്പോൾ അതും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറിയൊരു ഫീസേ ഞാൻ ഈടാക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ഇംഗ്ലീഷ് പഠിക്കാനുണ്ടെങ്കിൽ, അതേപോലെ ഗ്രാമറിന്റെ ക്ലാസ്സുകളും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാം. ഇപ്പോൾ വെക്കേഷന്റെ സമയമൊക്കെയാണ് വരുന്നത്. സോ അപ്പൊ അതിൽ തന്നെ ഞാൻ വെക്കേഷന്റെ ഓരോ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി ഞാൻ ഏപ്രിൽ മാസത്തിലാണ് അതിന്റെ രജിസ്ട്രേഷൻ ഫീ
വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഡീറ്റെയിൽസ് പറയും. നിങ്ങൾക്ക് വാട്സാപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പം ആ സമയത്ത് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. കാരണം വെച്ചാൽ ഞാൻ വെക്കേഷന്റെ ഇതായിട്ട് ഞാൻ അക്കൗണ്ടൻസിയുടെ ക്ലാസ്സും ആർക്കെങ്കിലും ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടൻസി പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഗ്രാമറിന്റെ ക്ലാസ്സും സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സും ഇതിലേതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഓൺലൈനായിട്ടും ക്ലാസ്സിലൊക്കെ എടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, വിളിച്ച് ചോദിക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യൊരു കാര്യം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നത്. ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇനിയും ക്ലാസ്സുകളൊക്കെ ഇടാനായിട്ടുള്ള പ്രചോദനം വരുന്നത്. നിങ്ങളുടെ സപ്പോർട്ടും കൂടിയിട്ടാണ് എനിക്ക് ക്ലാസ്സുകൾ ചെയ്യണം എന്ന് തോന്നുന്നത്. കാരണം എനിക്ക് ബേസിക്കലി ഒരു കാര്യം ഇഷ്ടം എന്താന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോടൊക്കെ ഇന്ററാക്ട് ചെയ്യുക, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക. അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പേർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓൾറെഡി ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കും വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പം നിങ്ങൾ എന്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഒക്കെ ക്ലാസ്സുകളൊക്കെ ഇതിനകത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനിയും പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ വരാനിരിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഡിഗ്രീസ് ഒക്കെ കഴിയാറാവുക ഏകദേശം, അല്ലെങ്കിൽ PG കോഴ്സസ് കഴിയാറാവും. അപ്പൊ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകണം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്ക് ഇന്റർവ്യൂവിന്റെ ടിപ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എല്ലാം ഇനി നമ്മുടെ ചാനൽ വരാനിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നിങ്ങൾ പിശുക്കൊന്നും കാണിക്കരുത്. നിങ്ങൾക്ക് എന്റെ ചാനൽ വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് എന്നെയോ എന്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അല്ലാതെ ഞാൻ ചെയ്യുന്നതെന്ന് ഒരിക്കലും പറയില്ല. എനിക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാവുന്നുണ്ടെന്ന് നിങ്ങൾ പറയാം. ഓക്കെ. സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സോ അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഷെയറും ലൈക്കും കമന്റും ഒക്കെ ചെയ്യാം കേട്ടോ. ഒക്കെ ശരി. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ഒരു ക്ലാസ് ആയിട്ട് കാണുന്നത് എല്ലാവർക്കും. ബൈ ബൈ. സീ യു.